സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചൂടുവെള്ളം മേലേക്ക് വീണതോടുകൂടി തന്നെ നന്ദിനി ഇങ്ങനെ ആകപ്പാടെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചാടിക്കൊണ്ട് കളിക്കുകയാണ്. ഈ സമയത്ത് വിനായകൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, അത് പിന്നെ ചൂടുവെള്ളമായിരുന്നു എന്ന്. താൻ വേദക്ക് പണി കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച ആ ചൂടുവെള്ളം ഗ്ലാസ് മാറിയ കാര്യമൊന്നും തന്നെ നന്ദിനി അറിഞ്ഞില്ല. അന്നേരം വിനായകൻ വിടാതെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇത് ചൂടുവെള്ളമാണെന്ന് അറിയാതെയാണോ എടുത്തങ്ങ് കുടിച്ചത്? ഇത് കേട്ട വേദ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദിനിയേട്ടത്തി തന്നെ എടുത്തു വെച്ചതല്ലേ അത് എന്ന്. അത് കേട്ടതോടുകൂടി തന്നെ നന്ദിനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഗ്ലാസ് ആരോ മാറ്റിയിട്ടുണ്ട്, ഇത് ഉറപ്പായിട്ടും അവൾ തന്നെ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നതായിരിക്കും എന്തെന്ന് നന്ദിനി മനസ്സിൽ കരുതി. ഇതൊക്കെ കണ്ട് വിനായകൻ പറയുന്നുണ്ട്, അതെ നന്ദിനി, ഇതൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ കുടിക്കാനായിട്ട്. അവൾ എടുത്തു വെച്ചിട്ട് അവൾ തന്നെ ദേഹത്തേക്ക് ഒഴിച്ചു. പിന്നെ പൊള്ളിയെന്നും പറഞ്ഞ് ഇങ്ങനെ കാറി വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നന്ദിനിയുടെ സാരിയൊക്കെ ആകെ വെള്ളത്തിൽ നനഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് വേദക്ക് ചിരി വന്നു. അങ്ങനെ അതിനുശേഷം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മാഷ് നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ വിക്രമും വേദയും ബസ്സിൻ്റെ മറ്റേ സൈഡിലായി വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. അവരിങ്ങനെ ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് അപ്പുമോൾ അവിടെ നിൽക്കുന്നത് മാഷ് കാണുന്നത്. മോളെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞതോടുകൂടി തന്നെ ഒരു കാറ് പെട്ടെന്നങ്ങ് ചീറിപ്പാഞ്ഞു വന്നു. അത് വേറെ ആരുമായിരുന്നില്ല, വിക്രത്തെ തീർക്കാൻ വേണ്ടി ശ്രീകാന്തും ചന്ദ്രശേഖരനും ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നു ആ കാറിനകത്ത്. ആ സമയത്താണ് വിക്രം ആ ഒരു കാഴ്ച കാണുന്നത്. കാറ് ചീറിപ്പാഞ്ഞു വന്ന് മാഷിനെ ഇടിക്കാൻ തുടങ്ങിയായിരുന്നു. ആ നിമിഷം പോലും വിക്രം ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് മാഷിനെ അങ്ങ് തള്ളി മാറ്റി. രണ്ടുപേരും കൂടി താഴേക്ക് മറിഞ്ഞു വീണു. ഇത് വേദ കണ്ടതോടുകൂടി തന്നെ വേദ ആകെ ഞെട്ടിപ്പോയി. വേഗം ഓടി വന്ന് മാഷിൻ്റെ കയ്യിൽ പിടിച്ച് ചോദിക്കാണ്, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? വിക്രം നോക്കിയപ്പോഴേക്കും കാർ അങ്ങ് പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒന്നും നിർത്തിയതുപോലുമില്ല. വിക്രമിന് ആകെ ടെൻഷനായി. അന്നേരം സുധാകര മാഷ് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് വിക്രത്തിനും വേദക്കും ഒന്നും ആശ്വാസമാവുന്നത്. ഒരു നിമിഷം വൈകിയിരുന്നുവെങ്കിൽ മാഷ് പിന്നെ ജീവനോടെ കിട്ടിയില്ലായിരുന്നു. മാഷ് വിക്രത്തിനെ അങ്ങ് ചേർത്ത് പിടിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറി മാഷ് ഇങ്ങനെ വിക്രമിനെ അടുപ്പിച്ചൊക്കെ നിർത്തുന്നത്. വിക്രം ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ ഇത്? മാഷിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, പേടിക്കേണ്ട അച്ഛാ, ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്മൾ ഈ ക്ഷേത്ര ദർശനത്തിൽ വന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്നൊന്നും തന്നെ നമുക്കൊരാപത്തും വരില്ല. അപ്പോഴേക്കും കമലയും മറ്റുള്ളവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. അവർക്കാർക്കും തന്നെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാവരും ആകെപ്പാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കമല വന്ന് പറയുന്നുണ്ട്, മാഷ് പേടിക്കൊന്നും വേണ്ട, ഭഗവാൻ നമ്മളെ കാത്തു എന്ന് പറയും. പിന്നീട് കമലമ്മ വേദയോടും വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് മാത്രമാണ് മാഷിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവർ സങ്കടപ്പെട്ടു. ഇത് കണ്ടപ്പോൾ നന്ദിനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നന്ദിനിക്ക് പണ്ടേ അസൂയ ഇത്തിരി കൂടുതലാണല്ലോ. വിശ്വം പറഞ്ഞു, ഇനി ഏതായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരെ ക്ഷേത്രത്തിലേക്ക് നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വിശ്വം വണ്ടി നിർത്താൻ പറഞ്ഞു. നമ്മളിപ്പോൾ ചിതറാവ് മലയുടെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ പോവാമെന്ന് വിശ്വം പറഞ്ഞു. ഇത് കേട്ടതും മാഷും കമലയും പറഞ്ഞു, ഞങ്ങളില്ലെന്ന്. കാരണം ആ കയറ്റം കയറാനൊന്നും അവർക്ക് വയ്യായിരുന്നു. കമല പറയുന്നത്, മക്കളെ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാമെന്ന് പറയും. അങ്ങനെ വിനായകനും വിശ്വവും വേദവും വിക്രമും അപ്പുമോളയും കൂട്ടിക്കൊണ്ട് മല കയറി. ആ സമയത്ത് ശ്രീകാന്തിന് ആ ഒരു ഗുണ്ടകളുടെ കോള് വന്നു. കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ജസ്റ്റ് മിസ്സായി പോയി എന്ന്. സാറേ, അവനെ തീർക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയും. സാരമില്ല, അധികം വൈകാതെ തന്നെ പ്ലാന് വിജയിക്കും. പക്ഷേ ഒരു കാരണവശാലും അവരുടെ കൺമുന്നിൽ പെടരുത് എന്ന് ശ്രീകാന്ത് ഓർമ്മിപ്പിച്ചു. അങ്ങനെ അവർ വണ്ടി ദൂരെ മാറ്റി പാർക്ക് ചെയ്തിരുന്നു. ഇവർ മലയിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ വിക്രം ഒന്ന് തിരിഞ്ഞു നോക്കി. അച്ഛനെ നേരത്തെ ഇടിക്കാൻ വന്ന കാറ് തന്നെയാണോ അത് എന്ന സംശയം വിക്രമിന് പെട്ടെന്നുണ്ടായി. പെട്ടെന്ന് തന്നെ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് നോക്കി. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. ഈ വണ്ടി എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള 100,000 സംശയങ്ങൾ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴേക്കും വേദ അവിടെ വന്ന് വിളിച്ചു. വിക്രം, ഇങ്ങോട്ടേക്കൊന്ന് വായോ എന്ന് പറയും. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ വിക്രം തൻ്റെ സംശയം പറഞ്ഞു. വേദ പറയുന്നുണ്ട്, അത് പെട്ടെന്ന് സ്പീഡിൽ പോയ വണ്ടിയല്ലേ, നമുക്ക് മാറി തോന്നിയതായിരിക്കും. പക്ഷേ വിക്രത്തിന് എന്തോ പന്തികേട് തോന്നി. ഗുണ്ടകൾ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും മാറി നിന്നിരുന്നു. പിന്നീട് അവർ മലമുകളിലെ ക്ഷേത്രത്തിലെത്തി. വിക്രം ആ ക്ഷേത്രത്തിൻ്റെ ഓരോ കഥകളും വേദക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു പഴയ ജൈന ക്ഷേത്രമാണ് എന്നും പിന്നീടത് ഭഗവതി ക്ഷേത്രമായെന്നും ഒക്കെ കേട്ടപ്പോൾ വേദക്ക് വലിയ കൗതുകമായി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായത്. അവിടെയുള്ള ഭഗവതി ഭക്തരെ കാക്കുമെന്നും ദ്രോഹിക്കുന്നവരെ ശിക്ഷിക്കുമെന്നും വിക്രം പറഞ്ഞപ്പോൾ വേദക്കത് വിശ്വാസമായിരുന്നു. അവിടെ ഒരു പഴയ പുരാതനമായ വീടുമുണ്ടായിരുന്നു. വിനായകനും നന്ദിനിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ നന്ദിനിയെ മാത്രം കാണാനില്ല. നന്ദിനി ആ പഴയ വീട് കാണാനായി അകത്തേക്ക് കയറി പോയതായിരുന്നു. ഓരോ മുറികളിലും ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ പെട്ടെന്ന് ആ വാതിലങ്ങ് അടഞ്ഞു. നന്ദിനി ആകെ പേടിച്ച് വിറച്ചു പോയി. വാതിൽ തുറക്കാൻ ഒച്ച വെച്ചു. പക്ഷേ ആരും വന്നില്ല. നന്ദിനിക്ക് ആകെ വെപ്രാളമായിരുന്നു. താൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല.
പുറത്ത് വിനായകൻ നന്ദിനെ തിരക്കി നടക്കുകയാണ്. വിക്രത്തോടും വേദയോടും ചോദിച്ചു നന്ദിനെ കണ്ടോ എന്ന്. പക്ഷേ അവരൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമെന്ന് വേദ പറഞ്ഞു. പക്ഷേ അവിടെയൊന്നും അവളെ കണ്ടില്ല. നന്ദിനി ആ ഒരു മുറിക്കകത്ത് പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സത്യം ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. നന്ദിനി ആ ഇരുട്ടുമുറിയിൽ ആകെ പേടിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. ചുറ്റും ചിലന്തി വലകളും പൊടിയും. വിനായകേട്ട, വിക്രമേ, ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് നന്ദിനി ഉറക്കെ കരഞ്ഞു വിളിക്കുന്നുണ്ട്. എങ്കിലും ആരും തന്നെ പുറത്തേക്ക് ശബ്ദം കേൾക്കുന്നില്ല. ആ പഴയ തറവാടിൻ്റെ ഭിത്തികൾ അത്രമേൽ കനമുണ്ടായിരുന്നു. ഓരോ നിമിഷവും കഴിയും തോറും നന്ദിനിയുടെ ഉള്ളിൽ ആ പഴയ ഭഗവതിയുടെ ശിക്ഷയെക്കുറിച്ചുള്ള വിക്രത്തിൻ്റെ വാക്കുകൾ മുഴങ്ങാൻ തുടങ്ങി. താൻ ഇതുവരെ കാണിച്ച കുശുമ്പും കുന്നായ്മക്കുമൊക്കെ ഭഗവതി ഇഷ്ടപ്പെട്ടില്ലേ എന്നൊരു തോന്നൽ നന്ദിനിയുടെ ഉള്ളിൽ ആദ്യമായൊരു കുറ്റബോധമായി നിറഞ്ഞു. അതേസമയം പുറത്ത് വിനായകനും വിക്രമും വേദയും ആകെ പരിഭ്രാന്തരായി തിരച്ചിൽ തുടങ്ങിയാണ്. ഇത്രയും വലിയ കുഴപ്പക്കാരിയാണ് നന്ദിനിയെങ്കിലും അവൾ എവിടെ പോയി മറയാനാണ് എന്ന് വിനായകൻ വല്ലാതെ ടെൻഷനടിച്ച് ചോദിച്ചു. പെട്ടെന്നാണ് വേദ ആ ഒരു പഴയ തറവാടിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. വിക്രം സ്വാമി നന്ദിനിയെടുത്ത് ചിലപ്പോൾ ആ പഴയ വീടിനകത്തേക്കെങ്ങാനും കയറി കാണുമോ എന്ന് വേദ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ അവരങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. പക്ഷേ അപ്പോഴാണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വരുന്നത്. അത് ആ ഗുണ്ടകളുടെ പണിയായിരുന്നു. നിന്റെ പെങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവളെ തിരിച്ചു വേണമെങ്കിൽ താഴെ വണ്ടിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വരണമെന്ന് പറയും. അത് കേട്ടതോടു കൂടി തന്നെ വിക്രം ആകെ തകർന്നു പോയി. പക്ഷേ അപ്പോഴാണ് വിക്രത്തിന് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീടിൻ്റെ മുകളിലെ നിലയിൽ ഒരു ചെറിയ ജനാലിലൂടെ നന്ദിനിയുടെ സാരിയുടെ തുമ്പ് പുറത്തേക്ക് അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. വിക്രം പറയുന്നുണ്ട്, വേദ, നന്ദിനിയെടുത്തി അകത്തുണ്ട്. ആ ഗുണ്ടകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതാണ്. വിക്രം പെട്ടെന്ന് തന്നെ ആ വീടിനകത്തേക്ക് പൂട്ട് പൊളിക്കാനായി ഒരു കല്ലെടുത്ത് ആഞ്ഞു. അങ്ങനെ അത് തകർത്തുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് ഓടിക്കയറിയ അവർ കാണുന്നത് ശ്വാസം പോലും കിട്ടാതെ തളർന്നു വീഴാൻ പോകുന്ന നന്ദിനിയെടുത്തിയാണ്. വേദ ഓടിച്ചെന്ന് നന്ദിനിയെ താങ്ങി പിടിച്ചു. ആ നിമിഷം തന്നെ ഇത്രയും കാലം തന്നെ ഉപദ്രവിച്ച വേദയെ കണ്ടപ്പോൾ നന്ദിനിയുടെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നന്ദിനി വേദയുടെ കൈകളൊക്കെ മുറുക്കി പിടിച്ചു. എല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ഗുണ്ടകൾ അവരെ വളയാൻ നോക്കി. പക്ഷേ അവിടെയുള്ള നാട്ടുകാരും ഭക്തരും വിക്രത്തിൻ്റെ ഒച്ച കേട്ട് ഓടി വന്നതോടുകൂടി തന്നെ ഗുണ്ടകൾക്ക് രക്ഷയില്ലാതായി. വണ്ടിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അവർ ആ കാട്ടിലേക്ക് ഓടി മടങ്ങി. അങ്ങനെ താഴെ എത്തിയപ്പോൾ മാഷും കമലയും ഇവരെ കണ്ട് ഓടി വന്നു. നന്ദിനി അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എല്ലാവരും കരുതിയത് അവൾ പേടിച്ചതുകൊണ്ടാണ് എന്നാണ്. പക്ഷേ നന്ദിനി മാഷിൻ്റെയും കമലമ്മയുടെയും കാലിൽ വീണുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി അമ്മേ. അച്ഛ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സ് അത്രമാത്രം അഴുക്കുള്ളത് കൊണ്ടാണ് ഭഗവതി എന്നെ അവിടെ തളച്ചിട്ടത് എന്ന് പറഞ്ഞ് നന്ദിനിയെ എത്തി അങ്ങനെ പൊട്ടിക്കരയാണ്. വേദയെയും വിക്രമിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മാഷ് പറഞ്ഞത്, പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ മാറ്റാനാണ്. അങ്ങനെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് മാത്രമല്ല, നന്ദിനിയുടെ ഉള്ളിലെ പഴയ കുശുമ്പെല്ലാം മാറി അവളൊരു പുതിയ മനുഷ്യനായി മാറുന്ന കാഴ്ചയായിരിക്കട്ടോ ഇനിയുള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാട്ടോ. ബൈ.